കോഴിക്കോട് താമരശ്ശേരിയിൽ ജീപ്പ് മറിഞ്ഞ അപകടം. ദേശീയപാതയ്ക്ക് സമീപം പുല്ലാഞ്ഞിമേടിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഡിവൈഡറിലിടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്നും അനൽക സെയ്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൽക, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? സ്വാതി, അല്പനേരം മുമ്പാണ് താമരശ്ശേരി ദേശീയപാത 766 താമരശ്ശേരി ടൗണിന് സമീപം പുല്ലാഞ്ഞിമേടിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഡിവൈഡറിലിടിച്ച് താഴേക്ക് വീണത്. ഈ ജീപ്പിലുണ്ടായിരുന്ന 6 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്കേറ്റ 6 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. മറിഞ്ഞുടനെ തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സും ചേർന്ന് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇവരുടെ പരിക്ക് ഏതായാലും ഗുരുതരമല്ല. ഈ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന ജീപ്പാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. കൊണ്ടോട്ടി സ്വദേശികളായ അസീം, ഷാനിദ്, നിയാസ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശികളായ അമീൻ, ഷാദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ, ഈ ജീപ്പ് മറിഞ്ഞ പശ്ചാത്തലത്തിൽ ജീപ്പിന്റെ ഓയിൽ ലീക്കായിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തിയ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഈ ലീക്കായ ഭാഗങ്ങളിൽ ഫയർഫോഴ്സ് എത്തിയത് റോഡ് ക്ലീൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി. ശരി അനൽക.